അപ്പോൾ സുഹൃത്തുക്കളെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പേരിലുള്ള ഒരു ലെറ്റർ പാഡ് ഇതിലെല്ലാം ഉണ്ട്. അറബിയിൽ തന്നെ മുകളിൽ എഴുതിയിട്ടുണ്ട്, പിന്നെ രജിസ്റ്റേർഡ് നമ്പർ എല്ലാം എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ സമസ്ത മുഷാവറ എന്നും പറഞ്ഞ് 11/12/2024. ഓക്കെ, അപ്പോൾ ഇതിൽ പറയുന്നത് സമസ്ത മുഷാവറ ചില ചാനലുകളിൽ വന്ന വാർത്ത അടിസ്ഥാനരഹിതം. സമസ്ത കേരള മുഷാവറേൻ്റെ കീഴിൽ ഇറക്കിയതാണ് ഇത്, ഒരു ലെറ്റർ പാഡാണിത്. ഇതിൽ പറയുന്നത് കോഴിക്കോട് ഇന്ന് അഥവാ 11-ാം തീയതി കോഴിക്കോട് ചേർന്ന സമസ്ത മുഷാവറയിൽ പൊട്ടിത്തെറി എന്നും പ്രസിഡന്റ് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന മട്ടിലും ചില ചാനലുകളിൽ വന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് സമസ്ത നേതാക്കൾ പറഞ്ഞു. അങ്ങനെ ഇറങ്ങിപ്പോയിട്ടില്ല എന്നാണ് സമസ്തയുടെ ലെറ്റർ പാഡിൽ നമ്മളിപ്പോൾ കാണുന്നത്. ഇത് സമസ്തയുടെ ഒഫീഷ്യലായിട്ട് വന്ന ഒരു ലെറ്റർ പാഡ്. ഇത് എൻ്റെ വാട്സപ്പിൽ എനിക്ക് ഒരു ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയതാണ്. ഇതിൽ നിന്ന് ജിഫിരി മുത്തുക്കോയത്തങ്ങൾ അഥവാ സമസ്തയുടെ പ്രസിഡന്റ് ജിഫിരി മുത്തുക്കോയത്തങ്ങൾ മുഷാവറ യോഗത്തിൽ ഇന്നലെ നടന്ന മുഷാവറ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടില്ല എന്നാണ് ഈ ഒഫീഷ്യൽ ലെറ്റർ പാഡിൽ നമുക്ക് കാണുന്നത്. ഓക്കെ, അപ്പോൾ കുറച്ചല്ലോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, നമുക്ക് നേരെ ബഹാവുദ്ദീൻ നദ്വി ഉസ്താദിൻ്റെ അടുത്തേക്ക് പോവാം. അയാൾ ഈ യോഗത്തിൽ അഥവാ മുഷാവറ മീറ്റിങ്ങിൽ പങ്കെടുത്ത ഒരു വ്യക്തിയാണ്. അദ്ദേഹം പറയുന്നതെന്നാ, നദ്വി ഉസ്താദ് വരട്ടെ. ചില വാഗ്വാദങ്ങളൊക്കെ ഉണ്ടായി, സംസാരങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ തങ്ങൾ ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ ശരിയാണ്. പിന്നെ ഉമർ ഫൈസിയെ സംബന്ധിച്ചുള്ള വിഷയം ചർച്ച ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് അത് ഉണ്ടായത്. മുഷാവറയിൽ പങ്കെടുത്ത നദ്വി ഉസ്താദ് എന്നാ പറഞ്ഞത്. ജിഫ്രി തങ്ങൾ മുഷാവറ യോഗത്തിൽ നിന്ന് പകുതിയാകുമ്പോൾ അഥവാ ഉമർ ഫൈസിയുടെ വിവാദ പരാമർശങ്ങൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഇറങ്ങിപ്പോയി എന്നാണ് മുഷാവറ യോഗത്തിൽ പങ്കെടുത്ത നദ്വി ഉസ്താദ് പറയുന്നത്. അപ്പം നമ്മൾ ആദ്യം കണ്ട ലെറ്റർ പാഡിലുള്ളതോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന്. അപ്പോൾ ഇതെങ്ങനെ വന്നു ഈ ലെറ്റർ പാഡ്? ഈ ഒരു ചോദ്യം പത്രപ്രവർത്തകർ ഈ നദ്വി ഉസ്താദിനോട് തന്നെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നദ്വി ഉസ്താദ് പറയുന്ന അതും കൂടി നമുക്കൊന്ന് കേൾക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി വിഷയത്തിലേക്ക് വരാം. ഓക്കെ, എന്തുകൊണ്ടായിരിക്കും സമസ്തയുടെ ഔദ്യോഗിക ലെറ്റർ പാഡിൽ അത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്നൊരു പ്രസ്താവന പുറത്തു വന്നത്? അത് സമസ്തയുടെ ഓഫീസിൽ അന്വേഷിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൃത്യമായിട്ട് പറയാൻ കഴിയില്ല ആരാണത് എഴുതിയതെന്നും. ജിഫ്രി തങ്ങളുടെ ഒന്നും അറിവോടുകൂടി പുറത്തു വന്നതാവില്ല, ആകാൻ സാധ്യതയില്ലല്ലോ. കാരണം ജിഫ്രി തങ്ങൾ ഇറങ്ങിപ്പോയ ആളാണല്ലോ. ഇതിപ്പോൾ ഞാൻ എടുത്തു വെച്ചത് സുപ്രഭാതത്തിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലാണ്. ഓൺലൈനായിട്ട് വരുന്ന ന്യൂസുകളൊക്കെ വരുന്ന അവരുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലാണ് സുപ്രഭാതം ഓൺലൈൻ. ഇതിൻ്റെ നേരെ കമ്മ്യൂണിറ്റി ടാബിലേക്ക് വന്നാൽ ഇവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് താഴോട്ട് സ്ക്രോൾ ചെയ്താൽ നമുക്ക് പോസ്റ്റ് ചെയ്ത ഒരു പോസ്റ്റ് കാണാം. ഇന്നലെ പോസ്റ്റ് ചെയ്തതാണ്. സമസ്ത മുഷാവറ ചില ചാനലുകളിൽ വന്ന വാർത്ത അടിസ്ഥാനരഹിതം എന്നാണ് ഇതിൽ കൊടുക്കുന്നത്. ഒഫീഷ്യൽ ചാനലിൽ വന്നത് ഞാൻ തെളിവ് സഹിതം നേരെ ഇങ്ങക്ക് അതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് ഇങ്ങക്ക് എന്താക്കുന്നതാണ് കാണിച്ചു തരുന്നതാണ്. സമസ്ത മുഷാവറ ചില ചാനലുകളിൽ വന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന്. ഇതെന്തുകൊണ്ടാണ് ഇവർ എഴുതിയത്? പൊട്ടിത്തെറിയുണ്ടായി, പ്രസിഡന്റ് ഇറങ്ങിപ്പോയി എന്നതൊക്കെ ഈ ബഹാവുദ്ദീൻ നദ്വി ഉസ്താദ് പറയുന്നതിന് മുമ്പ് തന്നെ ന്യൂസ് ചാനലൊക്കെ പുറത്തു വിട്ടിട്ടുണ്ട്. അഥവാ പൊട്ടിത്തെറിയുണ്ടായി, ജിഫ്രി തങ്ങൾ ഇറങ്ങിപ്പോയി എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വിട്ടതിനെ തുടർന്ന് ഇവരുടെ ഒഫീഷ്യൽ ചാനലിൻ്റെ അകത്ത് എഴുതി വിട്ടതാണ് സമസ്ത മുഷാവറ ചില ചാനലുകളിൽ വന്ന വാർത്ത അടിസ്ഥാനരഹിതം എന്ന്. ഇതിൽ നിഷ്പക്ഷമായി ചിന്തിക്കുകയാണെങ്കിൽ ശരിക്കും ആരെഴുതിയതാണ് തെറ്റ്, ആര് എഴുതിയതാണ് ശരി? ന്യൂസ് ചാനൽ എഴുതിയത് ശരിയാണ്. ബഹാവുദ്ദീൻ നദ്വി ഉസ്താദ് പറയുന്നതിന് മുമ്പ് തന്നെ ന്യൂസ് ചാനലുകളിൽ വന്ന ന്യൂസ് വളരെ ശരിയാണ്. പക്ഷേ ഇപ്പോഴും ഇവരുടെ മുഷാവറയിൽ നിന്ന് ഒഫീഷ്യലായിട്ട് അവരുടെ യൂട്യൂബ് ചാനലിൽ വന്നതും അവരുടെ മുഷാവറയിലെ ലെറ്റർ പാഡിൽ നിന്ന് വന്ന വാർത്തയും ഇന്ന് വരെ ഇവർ തിരുത്തിയിട്ടില്ല. ഇവരുടെ മുഷാവറയിൽ നിന്ന് വന്ന വാർത്ത അവരുടെ യൂട്യൂബ് ചാനൽ ഇപ്പോഴും കിടപ്പുണ്ട്. അവർ കൊടുത്ത ലെറ്റർ പാഡ് ഇപ്പോഴും ഉണ്ട്. അവർ ഇതുവരെ തിരുത്തിയിട്ടില്ല. അപ്പം സാധാരണക്കാരായ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം, ന്യൂസ് ചാനൽ ബഹാവുദ്ദീൻ നദ്വി ഉസ്താദ് പറയുന്നതിന് മുമ്പ് തന്നെ പ്രശ്നങ്ങളുണ്ടായി, മുഷാവറയിൽ പ്രശ്നങ്ങളുണ്ടായി എന്ന് പറഞ്ഞ് പൊട്ടിത്തെറി എന്നൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങളുണ്ടായി എന്ന് പറഞ്ഞതിനെ എതിരായിട്ടാണ് ഇവരുടെ ഒഫീഷ്യലും ഇവരുടെ മുഷാവറ ലെറ്റർ പാഡിലും പുറത്തു വന്നത് അല്ലേ? ഇനി പറയട്ടെ, ഇതൊരു സാധാരണ ചാനലാണോ? ഒരു സാധാരണ ഒരു
സഭയാണോ? ഇതൊരു പണ്ഡിത സഭയാണ്. ആ പണ്ഡിതന്മാരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ചാനലുകളും പത്രങ്ങളുമാണ്. അവരുടെ ഒഫീഷ്യലായിട്ട് വന്ന ലെറ്റർ പേഡുമാണ്. ഇതിനൊക്കെ നേതൃത്വം നൽകുന്നത് പണ്ഡിതന്മാരാണ്. ഇതൊക്കെ പുറത്തു വിടുന്നത് ആരിലേക്കാണ്? ഈ പണ്ഡിതന്മാരുടെ കീഴിൽ നടക്കുന്ന പത്രങ്ങളും ഒഫീഷ്യൽ ലെറ്റർ പേഡും ആരിലേക്കാണ് എത്തുന്നത്? സാധാരണ ജനങ്ങൾ. അവർക്ക് വാർത്തകൾ അറിയാൻ, പണ്ഡിതന്മാരെടുക്കുന്ന തീരുമാനങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഇതുപോലത്തെ പണ്ഡിതന്മാരുടെ കീഴിൽ നടക്കുന്നത്. ഇതുപോലത്തെ ന്യൂസുകൾ ഒക്കെ ചാനലുകളൊക്കെ നടന്നു വരുന്നത്. പണ്ഡിതന്മാർ പറയാത്ത ഒരു കാര്യങ്ങൾ സാധാരണക്കാരെ വഞ്ചിക്കാൻ വേണ്ടി ഒരു പണ്ഡിതന്മാർ നേതൃത്വം കൊടുക്കുന്ന ഇതുപോലത്തെ സാങ്കേതിക വിദ്യകൾ അട്ടിമറിക്കപ്പെടുമ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് സത്യം കൊടുത്തത് സാധാരണ ചാനലുകളാണ്. സത്യാവസ്ഥ തുറന്നു പറയുന്നത്. ആ സത്യത്തിന് എതിരായിട്ടാണ് പണ്ഡിതന്മാർ എന്ന പേരിൽ നേതൃത്വം കൊടുക്കുന്ന ഒരു വിഭാഗം ഇതുപോലെ കളവ് പ്രചരിപ്പിക്കുന്നത്. ഇതിനൊക്കെ എന്താണ് പറയേണ്ടത്? എനിക്ക് പറയാനുള്ളത്, സാധാരണക്കാരായ ആളുകൾ ഇവരുടെ ഈ വലയിൽ പെട്ടുപോകരുത്. സത്യം മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇത്. സാധാരണക്കാർക്ക് ചിന്തിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിൽ, തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിലാണ് ഞാനിവിടെ പറയുകയും ചെയ്തത്. ശരിക്കും പ്രവർത്തകരെയാണ് വഞ്ചിക്കുന്നത്. അവരെ മനസ്സിലാക്കണം, അവരെ കേൾക്കണം, സത്യം അറിയണം.